മന്ത്രിമന്ദിരങ്ങൾക്ക് വേണ്ടിയും കടിപിടി തുടങ്ങി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഗ്രേസ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. നല്ലൊരു പേര്, ഗംഗ എന്നൊരു പേരായിരുന്നു ആ മന്ത്രിമന്ദിരത്തിന് നൽകിയിരുന്നത്. എന്നാൽ അബ്ദുൾ റബ്ബിൻ്റെ പിടിവാശി കാരണം ഗംഗ എന്ന പേര് പോലും അവർക്ക് വലിയ അസഹിഷ്ണുതയാണ് ഉണ്ടാക്കിയത്. അങ്ങനെയാണ് അബ്ദുൾ റബ്ബ് ആ സമയത്ത് താമസിച്ചിരുന്ന മന്ത്രി എന്ന നിലയിൽ പേര് മാറ്റി ഗ്രേസ് എന്നാക്കിയത്. എന്തായാലും ആ മന്ത്രിമന്ദിരത്തിന് വേണ്ടി വലിയ കടിപിടി നടക്കുകയാണ്. ഏതാണ്ട് 3-4 മന്ത്രിമാരാണ് പറഞ്ഞത് ഞങ്ങൾ താമസിക്കുന്നുണ്ടെങ്കിൽ അത് ഗ്രേസിലായിരിക്കും കേട്ടോ എന്ന്. മാത്രമല്ല നിള മന്ത്രിമന്ദിരത്തിനും വലിയ തല്ല് നടക്കുകയാണ്. അവിടെയൊക്കെ വലിയ രീതിയിലുള്ള സൗകര്യങ്ങളുണ്ട് എന്നൊരു സ്വാഭാവികമായ ഒരു സാഹചര്യം ഉള്ളത് കൊണ്ടായിരിക്കും. എന്തായാലും മന്ത്രി കസാരയ്ക്ക് വേണ്ടി, മുഖ്യമന്ത്രി കസാരയ്ക്ക് വേണ്ടി, ഇന്നലെ സത്യപ്രതിജ്ഞ കസാരകൾക്ക് വേണ്ടി ഒക്കെ തമ്മിലടിയാണ്. ഇപ്പോൾ ഇതാ മന്ത്രിമന്ദിരങ്ങൾക്ക് വേണ്ടി തമ്മിലടി നടക്കുകയാണ്. അതിനിടെ മന്ത്രിമന്ദിരങ്ങൾ മൂടിക്കൂട്ടാനും പണം അനുവദിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്ക് വിശദമായി തന്നെ അതൊക്കെ വിലയിരുത്തേണ്ടി വരും. മറ്റൊരു പ്രധാനപ്പെട്ട പ്രതിസന്ധിയിലേക്ക് കോൺഗ്രസ് നേതൃത്വം പോവുകയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അത് മറ്റൊന്നുമല്ല, കോൺഗ്രസിനെ ഇനി ആര് നയിക്കും? KPCC അധ്യക്ഷനായ സണ്ണി ജോസഫ് മന്ത്രിസഭയിലേക്ക് വന്നതോടുകൂടി കോൺഗ്രസിനെ ആര് നയിക്കും എന്ന ചർച്ചയിലേക്ക് കിടക്കുകയാണ്. അതായത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അടുത്ത തമ്മിലടിക്ക് അരങ്ങൊരുങ്ങി. ഇനി കൂട്ടത്തോടെ ഡൽഹിക്ക് വണ്ടി കയറലും തിരിച്ചു വരലും, അവിടെ ചർച്ച ഇവിടെ ചർച്ച. ഇനി സ്വാഭാവികമായിട്ടും മന്ത്രിസഭയിലെ എല്ലാവർക്കും എന്താ പറയുക, കൂടുതൽ ചർച്ചകളിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. എന്നാൽ കൊടിക്കുന്നിൽ സുരേഷിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പരസ്യമായി തന്നെ പ്രതികരിക്കുകയാണ്, അതിർത്തി അറിയിക്കുകയാണ്. തന്നെ തഴഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, വീണ്ടും തഴയുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനൊരു കാരണമായി അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്, ഇപ്പോൾ സ്വാഭാവികമായിട്ടും സണ്ണി ജോസഫ് മാറുമ്പോൾ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള ഒരാളെ മാത്രമേ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ കഴിയൂ എന്ന പിടിവാശിയിലാണ് കോൺഗ്രസ് നേതൃത്വം. സ്വാഭാവികമായിട്ട് കോൺഗ്രസ് ഈ ഭയങ്കരമായ സോഷ്യൽ ബാലൻസിങ്ങിൻ്റെ ആളുകളാണല്ലോ. എന്തായാലും നമുക്ക് വിശദമായി നോക്കാം. ശാലിനിയുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. ശാലിനി, കൊടിക്കുന്നിൽ സുരേഷിനെ ആലോചിക്കുമ്പോഴാണ് ഒരു സങ്കടം. അദ്ദേഹം തന്നെ പറയുന്നുണ്ട് തന്നെ തഴഞ്ഞുകൊണ്ടേയിരിക്കുന്നുവെന്ന്. മുഖ്യമന്ത്രി തെരച്ചിൽ ഏതാണ്ട് കേടുപാടുകളൊന്നുമില്ലാതെ കഴിഞ്ഞു. ഇനി KPCC അധ്യക്ഷൻ്റെ തെരച്ചിലാണ്. ഈ നേതാക്കളൊക്കെ കൂട്ടത്തോടെ ഡൽഹിക്ക് പോയില്ലേ? ശ്യാമ, തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. കാരണം മുഖ്യമന്ത്രി കസേരയിലേക്ക് ആരെത്തുമെന്നുള്ള തർക്കങ്ങളും ചർച്ചകളും മാരത്തോൺ ചർച്ചകളെല്ലാം കഴിഞ്ഞു. അതിലൊരു തീരുമാനമായി. പിന്നീട് മന്ത്രി കസേരയ്ക്ക് വേണ്ടിയിട്ടുള്ള അടിപിടിയായിരുന്നു. അതും ഏകദേശം തീർന്ന സാഹചര്യത്തിലാണ് ഇനിയിപ്പോൾ KPCC അധ്യക്ഷന്റെ കസേരയിലേക്ക് ആര് വേണമെന്ന കാര്യത്തിലൊരു ചോദ്യം ഉയരുകയും ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഈ മുഖ്യമന്ത്രി കസേരയ്ക്കുള്ള ചർച്ചകൾക്ക് മുൻപേ തുടങ്ങിയതുമാണ്. ആരായിരിക്കും ഇനി അങ്ങോട്ടേക്ക് ഉള്ളതെന്നുള്ളതാണ്. 4 പേരാണ് സാധ്യതാ പട്ടികയിലുള്ളത്. ഒന്ന് കൊടിക്കുന്നിൽ സുരേഷ്, മറ്റൊന്ന് ബെന്നി ബെഹനാൻ, ആന്റണി, കൂടാതെ തന്നെ ഷാഫി പറമ്പിൽ. ഈ 4 പേരുകളാണ് നിലവിലെ സാധ്യതാ പട്ടികയിലുള്ളത്. നമുക്കറിയാം സുധാകരൻ അടക്കമുള്ളവർ ഈ ഒരു ചുമതലയിൽ നിന്ന് മാറിയത് ശേഷം ഒരു ക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന് ആൾ തന്നെ ആ കസേരയിലേക്ക് എത്തണം എന്നൊരു ആവശ്യം ഒരു വിഭാഗം കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വെച്ചിരുന്നു. KPCC നേതൃത്വത്തിൻ്റെയൊക്കെ പിൻബലത്തോടു കൂടി അതിൻ്റെ അമരത്തേക്ക് പിന്നീട് വന്നത് സണ്ണി ജോസഫാണ്. നമുക്കറിയാം ഇപ്പോൾ സണ്ണി ജോസഫ് മന്ത്രി ആയി ചുമതല ഏൽക്കലടക്കം നടന്ന സാഹചര്യത്തിൽ നാഥനില കളരിയായി KPCC കിടക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ അധ്യക്ഷനെ കണ്ടെത്താനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുള്ളത്. ശ്യാമ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് KPCC അധ്യക്ഷനാവാൻ താനാണ് യോഗ്യനെന്ന നിലയിൽ മുതിർന്ന നേതാവാണ് എന്നും ഒപ്പം തന്നെ റിസർവേഷൻ കാൻഡിഡേറ്റ് ആയതുകൊണ്ട് തന്നെയും പലതവണ തന്നെ തഴഞ്ഞു എന്നൊക്കെയുള്ള പ്രതികരണവുമായി മാവേലിക്കരയിലെ MP കൂടിയായിട്ടുള്ള കൊടിക്കുന്നിൽ സുരേഷ് രംഗത്ത് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളടക്കം പരസ്യമായി അദ്ദേഹം പ്രതികരണം നടത്തിയത് മാത്രമല്ല, കേന്ദ്ര നേതൃത്വത്തെ AICC നേതൃത്വത്തെ അടക്കം അദ്ദേഹത്തിന്റെ അതൃപ്തി ഇതിനോടകം തന്നെ അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. മല്ലികാർജ്ജുൻ ഖാർഗെയുമായി നേരിട്ട് 1 മണിക്കൂറോളം കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുൻപ് കൂടിക്കാഴ്ച നടത്തി അദ്ദേഹത്തിന്റെ ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ തവണയും മത്സരിച്ചു, വലിയ ഭൂരിപക്ഷം നേടി, അതിനു മുൻപും പലതവണ സാധ്യതാ പട്ടികയിൽ വന്നു, തന്നെ തഴയുന്ന സാഹചര്യമാണ് പല ഘട്ടങ്ങളിലും കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇത്തവണ അതുണ്ടാകാൻ പാടില്ല, തന്നെ ആ ചുമതലയിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ ഈ രാഷ്ട്രീയ സമവാക്യങ്ങൾ, സാമുദായിക സമവാക്യങ്ങൾ എന്നൊക്കെ പറയുന്നത് പോലെ KPCCയുടെ ഒരു സമവാക്യം എന്നുള്ളത് അവിടെ ക്രൈസ്തവ ആ കസേരയിൽ ഇരിക്കണമെന്നുള്ളതാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടുള്ള അവരുടെ ഒരു സമവാക്യം എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ആന്റണി ആ കസേരയിലേക്ക് വരുമെന്നുള്ളതാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. എന്തായാലും അക്കാര്യത്തിൽ തർക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ മാരത്തോൺ ചർച്ചകൾ ഇക്കാര്യത്തിലും ആരംഭിക്കുമെന്നുള്ളതിൽ സംശയമില്ല. എന്തായാലും ഈ മന്ത്രിസഭാ രൂപീകരണം കഴിഞ്ഞു, ഈ വകുപ്പുകളുടെ ചർച്ചകളൊക്കെ ഒരു ഭാഗത്ത് അവർ നടത്തുന്നതിനിടയിൽ തന്നെയാണ് ഇവിടെ KPCC അധ്യക്ഷനായിട്ടുള്ള തെരച്ചിലും ചർച്ചകളും ഒക്കെ നടക്കുകയും ചെയ്യുന്നത്. ആർക്കായിരിക്കും ഇനി ആ ലോട്ടറി അടിക്കുക എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. എന്തായാലും വലിയൊരു ഉത്തരവാദിത്തത്തിലേക്ക് എടുത്ത്
അല്ലെങ്കിൽ ആ ചുമതലയിലേക്ക് എടുക്കേണ്ട ആൾ അത് ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നായിരിക്കുമോ അതോ മറിച്ച് ഏതെങ്കിലും തരത്തിൽ ഇനിയിപ്പോൾ KPCC ചിന്തിക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. എന്തായാലും ഷാഫി പറമ്പിൽ വർക്കിംഗ് പ്രസിഡന്റാണ്. ഷാഫി പറമ്പിലിന്റെ പേരുണ്ട്. കൂടാതെ തന്നെ ആന്റണിയുടെയും കൊടിക്കുന്നിൽ സുരേഷിന്റെയും ബെന്നി ബെഹനാന്റെ പേരുണ്ട്. ബെന്നി ബെഹനാൻ നമുക്കറിയാം മുതിർന്നൊരു കോൺഗ്രസ് നേതാവാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായി അദ്ദേഹം സജീവമായി നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ട്. പക്ഷേ ആർക്കായിരിക്കും ഇതിൽ നറുക്ക് വീഴുക എന്നുള്ളത് ഇനിയിപ്പോൾ മാരത്തോൺ ചർച്ചകൾക്ക് ശേഷം മാത്രമേ അറിയാൻ സാധിക്കൂ. എന്തായാലും കേരളത്തിൽ മാത്രം ഈ ചർച്ച ഒതുങ്ങില്ല. AICC നേതൃത്വത്തിന് മുൻപാകെയും അങ്ങോട്ടേക്കും പോകും. എന്തായാലും KC പക്ഷം ഈ സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചർച്ചകൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പിടിമുറുക്കലുകൾ ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ RCയും KCയും VD പക്ഷവും ഒക്കെയായി ഒരു തർക്കത്തിലേക്കും ആ തർക്കം പരിഹരിക്കാനുള്ള നടപടികളിലേക്കും വരുന്ന ദിവസങ്ങളിൽ ഈ KPCC അധ്യക്ഷന്റെ സ്ഥാന ചർച്ചകൾ നീങ്ങുമെന്നുള്ളതിൽ സംശയമില്ല. ശ്യാം.